വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിസഭാ യോഗ തീരുമാനത്തിലേക്കാണ് ഇനി പോകാനുള്ള വാർത്ത. നോഗോ സോണിന്റെ പരിധിയിൽ നിന്ന് 50 മീറ്ററിനുള്ളിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള വീടുകൾ മാത്രം പരിഗണിച്ച് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി വയനാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നു. അതെ, സുലേഖ ശശികുമാർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സുലേഖ, പുനരധിവാസമൊക്കെ ഇങ്ങനെ വളരെ വേഗം സർക്കാർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും അസിത, അന്ന, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട വളരെ വേഗത്തിലുള്ള നടപടികൾ തന്നെയാണ് സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇതുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നോഗോ സോൺ പരിധിയിൽ പുറത്തു വരുന്ന 50 മീറ്ററിന് പുറത്തു വരുന്ന പൂർണ്ണമായും ഒറ്റപ്പെട്ട വീടുകളെ കൂടി ഉൾപ്പെടുത്തി ഈ പട്ടിക, രണ്ടാം കരട് പട്ടിക തിട്ടപ്പെടുത്താനാണ് മന്ത്രിസഭാ യോഗം വയനാട് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിനൊപ്പം തന്നെ ഈ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ഈ പതിവുമായി ബന്ധപ്പെട്ട ഭൂമി പതിവും നിയമവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 12 വർഷത്തേക്ക് പൂർണ്ണമായും പൂർണ്ണമായും ഇത്തരത്തിൽ ഈ ആളുകൾക്ക് സ്വന്തമായിരിക്കും. അതിനൊപ്പം തന്നെ ഈ ഭൂമി നൽകുന്നത് ഗൃഹനാഥൻ്റെയും ഒപ്പം ഗൃഹനാഥയുടെയും രണ്ടുപേരുടെയും പേരിലായിരിക്കും. അത് ഈ ജീവിച്ചിരിക്കുന്ന ആളുകളെ ബന്ധപ്പെടുത്തിയായിരിക്കും ഇത്തരത്തിലുള്ളൊരു ഭൂമി പതിവ് നൽകുക. എന്തായാലും ഈ വയനാട് ജില്ലാ കളക്ടർ തയ്യാറാക്കിയ ദുരന്ത ബാധിത കുടുംബങ്ങളുടെ ലിസ്റ്റ് 430-ൽ അധികരിക്കാത്തതിനാലും അതിനൊപ്പം തന്നെ സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഉരുൾപൊട്ടൽ ബാധിത കുടുംബങ്ങൾക്ക് അനുവദിക്കുന്ന 15 ലക്ഷം രൂപയ്ക്ക് അർഹരായ ഗുണഭോക്താക്കളും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അതുകൊണ്ട് തന്നെ പുനരധിവാസത്തിനായി ആദ്യഘട്ടത്തിൽ എൽസ്റ്റോൺ എസ്റ്റേറ്റ് മാത്രമായിരിക്കും ഏറ്റെടുക്കുക. ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതിനായി 7 സെന്റ് ഭൂമി വീതമുള്ള പ്ലോട്ടായി പുനഃക്രമീകരിക്കുമെന്നുകൂടി ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒപ്പം വയനാട് മാതൃകാ ടൗൺഷിപ്പിലെ ഭൂമി പതിവ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ എൽസ്റ്റേൺ എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത് മുനിസിപ്പൽ പ്രദേശത്താണ്. അതുകൊണ്ട് തന്നെ ഭൂമി പതിച്ച് നൽകുന്നതിന് ഗുണഭോക്താവിന്റെ വരുമാനം പരിധി കണക്കാക്കില്ല എന്നതാണ് മന്ത്രിസഭാ യോഗത്തിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഒപ്പം റെസിഡൻഷ്യൽ യൂണിറ്റായി ലഭിച്ച ഭൂമിയും വീടും ഹെറിറ്റബിൾ ആയിരിക്കും. അതിനൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗൃഹനാഥയും അത് ജീവിച്ചിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടായിരിക്കും ഇത്തരത്തിൽ ഈ ഗൃഹനാഥയുടെയും പേരിലായിരിക്കും ഈ ഭൂമി പതിച്ചു നൽകുക എന്നുള്ളത് തന്നെയാണ്. 12 വർഷത്തിന് മുൻപ് ഈ ഗുണഭോക്താക്കൾക്ക് ഇത്തരത്തിൽ ഈ ഭൂമി പണയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതത് കേസുകൾ വരുമ്പോൾ പരിഗണിക്കുന്നതായിരിക്കും എന്നതാണ് മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റ് ഗൃഹോപകരണങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിന് ഗുണഭോക്താക്കൾക്ക് കഴിയുമെന്നതുകൂടി മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ദുരന്തബാധിതർക്ക് നിലവിൽ അനുവദിച്ചിട്ടുള്ള 300 രൂപ ഭത്ത അതേ വ്യവസ്ഥയിൽ തുടരും. അതിനൊപ്പം തന്നെ ഈ സപ്ലൈകോയിൽ നിന്ന് മാസം 1000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാവുന്ന കൂപ്പൺ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നൽകും. അതിന്റെ കാലാവധി 2 മാസമായിരിക്കുമെന്നുകൂടി ഈ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ശരി സുലേഖ. എന്തായാലും ആശ്വാസകരമായ ഇടപെടൽ വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അല്ലെ? പുനരധിവാസത്തിന് വളരെ വേഗത്തിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ്.